ഗുഡ് മോർണിംഗ്. മക്കളെ നമ്മളൊരു നമ്മൾ ഫിഫ്ത്ത് ചെയ്ത പോലെ തന്നെയാണ്. അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് തെളിയിക്കാനായിരുന്നു. ഇതിനകത്ത് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ഇരുന്ന് തെളിയിക്കണം. 5, 8, 11 അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 5, 8, 11 നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? കോമൺ ഡിഫറൻസ് ഇസ് ഈക്വൽ ടു 8 - 5, 3. നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രൂവ് ചെയ്യാൻ ചോദിക്കണം. ഉടനെ അതിന് എന്ത് ചെയ്തോണം? ഓൾജിബ്രായിക് എക്സ്പ്രഷൻ എന്താ ഫോർമുല? xn is equal to dn plus f minus d. വാല്യൂസ് കൊടുക്കട്ടെ. d എത്രയാണ്? 3. n അതുപോലെ എഴുതുക. ഫസ്റ്റ് ടൈം എത്രയാണ് മക്കളെ? 5 മൈനസ് കോമൺ ഡിഫറൻസ് നമ്മുടെ ഫോർമുല കിട്ടി. xn is equal to 3n plus 2. ഇത് കിട്ടി. ഞാൻ ഇതിനൊന്ന് മാറ്റി എഴുതാൻ പോവാണേ. നമ്മൾ മറ്റേ എഴുതിയ പോലെ 3k plus 2 എന്ന് മാറ്റി എഴുതി. ഇനി നമ്മൾ വാല്യൂസ് ഇട്ട് കൊടുക്കാൻ പോവാണ്. 1 ഇട്ട് കൊടുക്കുക, 2, അതായത് കേക്ക് വാല്യൂസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക. എത്രയാണ്? x1 ഇട്ടേ. അപ്പോൾ 3 ഇൻറ്റു കെയുടെ സ്ഥാനത്ത് എത്രയാണ്? 1 പ്ലസ് 2. 3 + 2 എത്രയാണ്? 5 ആണല്ലോ. ഞാൻ ഇതൊന്ന് റബ്ബ് ചെയ്യട്ടെ. ഓക്കെ, ഇനി അടുത്ത് 2 ഇട്ട് കൊടുക്കാൻ പോവാണേ. x2 അപ്പോൾ എന്നാ വരും? 3 ഇൻറ്റു 2 പ്ലസ് 2 അല്ലേ? 3 ഇൻറ്റു കെയുടെ സ്ഥാനത്ത് 2, പിന്നെ പ്ലസ് 2, 6 + 2, 8. ഇതാണ് നമ്മുടെ സീക്വൻസിൻ്റെ ആൾക്കാർ തന്നെ കിട്ടുന്നത്. ഇനി x3 കണ്ടോ, സെക്കൻഡ് ടൈം അതാണ്. അതാണ് ഞാൻ പറയുന്നത്. നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിനകത്ത് വാല്യൂസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഏത് പൊസിഷനിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാവുന്ന കണ്ടോ. ഇപ്പം 3 ഇൻറ്റു 3 പ്ലസ് 2 ദാറ്റ് ഈസ് 9 + 2 11 ഇങ്ങനെ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിത് പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കാൻ പോവാം. നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആണോ നോക്കണമെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് കാണാൻ വേണ്ടി. അതായത് നമ്മൾ എത്രയാണ് ഇവിടെ? 5. ആദ്യത്തെ 5നെ 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കേട്ടോ. കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പം ബാലൻസ് 2 ആണ്. അതായത് റിമൈൻഡർ 2. അടുത്തത് നോക്കിയേ, 8നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 6 ആണ്. ഇവിടെ റിമൈൻഡർ 2 കിട്ടി. അടുത്ത 11നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 9. ഇവിടെ എല്ലാം റിമൈൻഡർ 2 ആണ് കിട്ടുന്നത്. നമുക്ക് പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ റിമൈൻഡർ 1 അല്ലെങ്കിൽ 0 കിട്ടണം. പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ. അപ്പൊ ഇവിടെ ഇത് കിട്ടാത്തത് കൊണ്ട് നമുക്ക് എന്ത് എഴുതാം? നോ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് ഇൻ ദിസ് സീക്വൻസ്. അപ്പൊ നിങ്ങൾ അത് ഇത്ര എഴുതിയിട്ടിട്ട് വേണമെങ്കിൽ ഇതുപോലെ 2 എണ്ണം ചെയ്ത് കാണിച്ചിട്ട് നിങ്ങൾ എന്ത് എഴുതിയിരിക്കണം? It is in the form 3k plus 1 and when divided by 3 we get remainder എത്രയാണ്? ഇവിടെ കിട്ടിയത് റിമൈൻഡർ 2 ആണ്. റിമൈൻഡർ 2 ആണ്. therefore it does not contain any പെർഫെക്റ്റ് സ്ക്വയേഴ്സ്. നമുക്ക് എന്തായിരിക്കണം? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെങ്കിൽ ഒന്ന് വേണം ഇങ്ങോട്ട് എഴുതിടാം. ഫോർ പെർഫെക്റ്റ് സ്ക്വയർ റിമൈൻഡർ ഷുഡ് ബി 1 or 0. മനസ്സിലായല്ലോ മക്കളെ? സിമ്പിൾ ആണ് കേട്ടോ. നിങ്ങൾക്ക് അത് ഇച്ചിരി പ്രയാസമായിട്ട് തോന്നും. നമ്മൾ അത് 3k + 1ന്റെ ഫോമിൽ ആദ്യം നമ്മൾ ഓൾജിബ്രായിക് എക്സ്പ്രഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ അത് എന്തുണ്ടാക്കണം? അതിന് k എന്നുള്ള വാല്യൂസ് കൊടുക്കുക. എന്നിട്ട് നമ്മൾ 1 ഇട്ട് കൊടുക്കുക. kക്ക് 1 ഇടുക, 2 ഇടുക, 3 ഇടുക. ആ കിട്ടുന്നതിന് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയിട്ടുള്ള 3 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കുക. അപ്പം റിമൈൻഡർ 1 or 0 വന്നാൽ എന്താണ്? പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ്. വന്നില്ലെങ്കിൽ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് അല്ല. മനസ്സിലായോ? ഇച്ചിരി പ്രയാസമാണ്. നിങ്ങൾ ഒന്ന് ചെയ്ത് നോക്കാം. അത് കണ്ടിട്ട് തന്നെ ചെയ്ത് നോക്കണം. 2 പ്രാവശ്യം എഴുതി പഠിക്കുക കേട്ടോ. പ്ലീസ് എഴുതി പഠിക്കും മക്കളെ. നിങ്ങൾക്ക് കിട്ടും, അത് മറക്കത്തില്ല കേട്ടോ. ഓക്കെ മക്കളെ, എല്ലാവരും ചാനൽ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടോ ചാനൽ? ഓക്കെ, താങ്ക് യു.